Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിന്റെ പാർട്ട് 3 ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ 12 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി 13th ക്വസ്റ്റ്യൻ തൊട്ട് കണ്ടിന്യൂ ചെയ്യും. 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രോസസ്സസ് അക്കറിംഗ് ത്രൂ ഔട്ട് ദി ഡേ ഇൻ എക്സ് ഓർഗാനിസം. എക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൽ ഒരു പ്രോസസ് അക്കർ ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദി ഡേ. സെൽസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദി പ്രോസസ്, അതായത് ഒരു സെല്ലുലാർ പ്രോസസ് ആണ്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് എന്തൊക്കെ റിലീസ്ഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? ATP, CO2 ആൻഡ് വാട്ടർ. ഈ 3 സാധനങ്ങളും ഇവോൾവ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അടുത്ത പോയിന്റ് വന്നിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് എ ലൈറ്റ് ഡിപ്പെൻഡന്റ് പ്രോസസ്. അപ്പോൾ ഈ പ്രോസസ്സിന്റെ പേരെന്താണ്, അത് കാറ്റബോളിക് ആണോ ആനബോളിക് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് കുഡ് ബി ദ റോ മെറ്റീരിയൽ ഓഫ് ദിസ് പ്രോസസ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് എന്താ? 13th ക്വസ്റ്റ്യൻ ആദ്യം തന്നിരിക്കുന്ന പോയിന്റ് ATP, CO2, വാട്ടർ. ഈ മൂന്ന് സാധനങ്ങളും റിലീസ്ഡ് ആവുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പൊ അതെന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ അവരെന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫോട്ടോസിന്തസിസ് പറയരുത്, കാരണം ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഡിപെൻഡന്റ് അറിയാം. അപ്പൊ അതല്ല, അത് റൂൾ ഔട്ട് ചെയ്ത് വേറൊരു പ്രോസസ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നതെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ലൈറ്റ്, ഈ 3 സാധനങ്ങളും ഇവോൾവ് ചെയ്യുന്ന പ്രോസസ് അത് ഏതായിരിക്കും? നമുക്കറിയാം റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? അത് കാറ്റബോളിക് ആണോ ആനബോളിക് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആക്ച്വലി എയറോബിക് റെസ്പിറേഷനിൽ നമ്മൾ ഫൈനലി എന്താണ് റിലീസ് ചെയ്യുന്നത്? ATP ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനർജി ഈസ് റിലീസ് ഇൻ ദ ഫോം ഓഫ് ATP. ആൻഡ് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസിന്തസിന്റെ എൻ പ്രോഡക്ട്സ്, അതായത് ഗ്ലൂക്കോസും ബാക്കിയുള്ള ഷുഗേഴ്സും ഫാറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആയാലും ഇവരെന്താണ് ചെയ്യുന്നത്? ബ്രേക്ക് ഡൗൺ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് നടക്കുന്നത്. ഓർഗാനിക് compounds leading to formation of ATP. അതുകൊണ്ട് നമ്മൾ ഇതിനെ ആനബോളിക് എന്ന് വിളിക്കോ കാറ്റബോളിക് എന്ന് വിളിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കും? കാറ്റബോളിക് പ്രോസസ്. ഇനി NCERT വേറെ സെന്റൻസ് പറഞ്ഞത് ആംഫിബോളിക് ആണ്. കാരണം എന്താ? ഇതേ പ്രോസസ്സിൽ കുറെ ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്. ആ ഇന്റർമീഡിയറ്റ്സിന്റെ സിന്തസിസും ബ്രേക്ക് ഡൗണും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കമ്പൈൻഡ് ആനബോളിക് പ്ലസ് കാറ്റബോളിക് പ്രോസസ് ആണ്, വിച്ച് ഇസ് ആംഫിബോളിക്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ജസ്റ്റ് ആനബോളിക് ആണോ കാറ്റബോളിക് ആണോ എന്ന് വെച്ചാൽ മോർ അതെന്താന്ന് പറയാൻ പറ്റും? മോർ ആപ്റ്റ് ആൻസർ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? അത് കാറ്റബോളിക് ആവുന്നു. പ്രോസസ് എയറോബിക് റെസ്പിറേഷൻ ആവുന്നു. വാട്ട് കുഡ് ബി ദ റോ മെറ്റീരിയൽ ഓഫ് ദിസ് പ്രോസസ്? എന്താണ്? നമുക്കറിയാം ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ് റോ മെറ്റീരിയൽസ്, അതിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടത്. അപ്പോൾ റോ മെറ്റീരിയൽസ് ഫോർ ദിസ് പ്രോസസ് എന്ന് പറഞ്ഞാല് അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സിനെ കുറിച്ചാണ്. റോ മെറ്റീരിയൽസ് ഫോർ ദിസ് പ്രോസസ് ആർ ദി റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് വിച്ച് ആർ എന്തെന്ന് പറയാൻ പറ്റും? കാർബോഹൈഡ്രേറ്റ്സ്, അല്ലെങ്കിൽ പ്രോട്ടീൻ, അല്ലെങ്കിൽ ഫാറ്റ്. ഇവരൊക്കെ എന്താണ്? റോ മെറ്റീരിയൽസ് ഫോർ എയറോബിക് റെസ്പിറേഷൻ. അപ്പോ എയറോബിക് റെസ്പിറേഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രോസസ്. ഈ എയറോബിക് റെസ്പിറേഷനിൽ എന്ത് നടന്നു നമ്മൾ കണ്ടു. അതായത് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്സ് ലൈക്ക് ഗ്ലൂക്കോസോ പ്രോട്ടീനോ ഫാറ്റോ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്ത് release of energy takes place, and this energy is stored in the form of ATP. and നമ്മൾ എയറോബിക് റെസ്പിറേഷൻ ചെയ്യുമ്പോൾ ഈ ഓർഗാനിക് കമ്പൗണ്ട്സിൽ ഉണ്ടായിരുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? the carbon of these organic compounds are released as CO2, and also we get energy and water. This is a catabolic process, and the raw materials being respiratory substrates which are carbohydrates, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. ഇത്രയാണ് 13th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി 14th വരാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? when a substrate is being metabolized, why does not all the energy that is released in one step, it is released in multiple steps? What is the advantage of the stepwise release of energy? അപ്പോൾ again ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എയറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ ഇസ് ഡിവൈഡഡ് ഇൻടു 4 phases. എയറോബിക് റെസ്പിറേഷൻ 4 phases ഉണ്ട്. ആ 4 phases എന്തൊക്കെയാണ്? ആദ്യം ഗ്ലൈക്കോളിസിസ്,
second TCA cycle, third electron transport system, and finally 4 oxidative phosphorylation. നമുക്കറിയാം ഗ്ലൈക്കോൾസ് കഴിഞ്ഞ് പൈറുവേറ്റ് എന്തും കൂടി അണ്ടർഗോ ചെയ്യുന്നുണ്ട്, ലിങ്ക് റിയാക്ഷനും കൂടി അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെയാണ് അസറ്റൈൽ കോയ ഉണ്ടാവുന്നത്. ഈ അസറ്റൈൽ കോയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? നമ്മുടെ TCA സൈക്കിളിലേക്ക് പോകുന്നത്. അപ്പൊ ഈ 4 പ്രോസസ് ഉള്ള ഒരു വലിയൊരു പ്രോസസ്സാണ് എയറോബിക് റെസ്പിറേഷൻ. ആൻഡ് നമുക്കറിയാം ഈ ഓരോ പ്രോസസ്സിലും there is a stepwise release of ATP in each process. അപ്പോൾ ഈ ഇവിടുത്തെ ATPയും ബാക്കിയുള്ള പ്രോഡക്ട്സ് സിന്തസൈസ് ചെയ്യുന്നു. അതായത് ഗ്ലൈക്കോളിസിൽ ആദ്യം പൈറുവേറ്റ് ഉണ്ടാവുന്നു, പൈറുവേറ്റ് അടുത്തത് എങ്ങോട്ടേക്ക് പോകുന്നു? ലിങ്ക് റിയാക്ഷനിൽ പോകുന്നു, അത് കഴിഞ്ഞ് TCA സൈക്കിൾ വരുന്നു, അത് കഴിഞ്ഞ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പോയിട്ട് ഈ പൈറുവേറ്റിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്യാണ് ടു ഫൈനലി റിലീസ് ATP, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ആ പൈറുവേറ്റിന് നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു? കുറച്ച് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ നമുക്കറിയാം എങ്ങനെ, അതിൽ ഇലക്ട്രോണും ഉണ്ട് പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ ആ ഹൈഡ്രജന്റെ ഇലക്ട്രോൺ നമ്മൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് കൂടി അവരെ പാസ് ഓൺ ചെയ്തിട്ടാണ് അവർ ഡിസ്പോസൽ നടത്തുന്നത്. ആൻഡ് ഫൈനലി ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനും കൂടി നടക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി ഓക്സിഡേഷനും കംപ്ലീറ്റ് ആയി, എനർജി റിലീസും കംപ്ലീറ്റ് ആയി. അങ്ങനെ സ്റ്റെപ്പ് വൈസ് റിലീസ് ഓഫ് ATP ഇൻ ഈച്ച് പ്രോസസ് ഇൻ എ സ്റ്റെപ്പ് വൈസ് മാനർ നടക്കാണ്. അപ്പൊ എന്ത് പറ്റും? ഒരു പാത്വേയിലെ പ്രോഡക്റ്റ്, അതായത് ഇവിടുത്തെ പ്രോഡക്റ്റ് ഇതിനെ എങ്ങോട്ടേക്ക് പോകും? നെക്സ്റ്റ് പാത്വേയിലെ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഈ സബ്സ്ട്രേറ്റ്സ് എൻ്റർ ചെയ്യുന്നു ഓർ നമ്മൾ വിഡ്രോ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദി നെസസിറ്റി. അപ്പോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് വൺ പാത്വേ ഫോംസ് ദി സബ്സ്ട്രേറ്റ് ഓഫ് ദി അതർ പാത്വേ. ഒന്നിക്കല് സബ്സ്ട്രേറ്റ് ആവും, അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അതിനെ ഹോൾ പ്രോസസ്സിൽ നിന്ന് വിഡ്രോ ചെയ്ത് ആർ യൂട്ടിലൈസ്ഡ് എന്ത് ഉണ്ടാക്കാൻ? ATP ഉണ്ടാക്കാൻ. ആൻഡ് നമ്മൾ ഉണ്ടാക്കുന്ന ATP ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള, അപ്പൊ എനർജി റിക്വയർമെന്റ്സിനനുസരിച്ച് ATPയും ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി ആവശ്യത്തിന് റിലീസ് ചെയ്യാം. അപ്പോ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് വൈസ് റിലീസ് ഈ പ്രോസസ്സിന് എന്താണ് ഗുണം, അല്ലെങ്കിൽ പ്ലാന്റ്സിന് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സ്റ്റെപ്പ് വൈസ് റിലീസ് ഓഫ് എനർജി makes the system more efficient in extracting and storing the energy. Makes the system more efficient. ഏതിന്റെ ടേംസിലാണ് എഫിഷ്യൻസി ഇവിടെ പറയുന്നത്? ഇൻ ടേംസ് ഓഫ് എക്സ്ട്രാക്ടിങ് എനർജി ആൻഡ് സ്റ്റോറിങ് എനർജി. എക്സ്ട്രാക്ടിങ് എനർജി ഇൻ ദ സെൻസ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിലീസ് ഓഫ് എനർജി നടക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഹീറ്റ് ആയിട്ട് ലോസ് നടത്താണ്ട് എങ്ങനെ സ്റ്റെപ്പ് വൈസ് ഉള്ള രീതിയിൽ നമ്മൾ അത് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു? റിലീസ് ചെയ്യുന്ന എനർജി കുറച്ച് ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് ബാക്കിയുള്ളത് എഫിഷ്യന്റ്ലി സ്റ്റോർ ചെയ്ത് എനർജി കറൻസി അല്ലെങ്കിൽ ATPയുടെ ഫോർമാറ്റിൽ സെല്ലിൽ എടുത്തു വെക്കുന്നു. അപ്പോൾ ഇതാണ് 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് എന്തുകൊണ്ടാണ് നമുക്ക് മെറ്റബോളൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി ഒറ്റയടിക്ക് എനർജി ഒന്നും റിലീസ് ചെയ്യാത്തത് എന്ന് വെച്ചാൽ എന്ത് പറയണം? അതായത് ഈ എനർജി, അതായത് എയറോബിക് റെസ്പിറേഷന്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ടു റിലീസ് എനർജി. പക്ഷെ ആ റിലീസ് ചെയ്യുന്ന എനർജി എങ്ങനെയുള്ളതായിരിക്കണം? ടു ബി യൂസ്ഫുൾ ടു ദി സെൽ. ടു ബി യൂസ്ഫുൾ ടു ദി സെൽ ഇൻ ദ സെൻസ് എന്ത് പറയാൻ പറ്റും? വേറെ മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യാനോ സെല്ലിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് എന്തെങ്കിലും മെറ്റബോളിസം നടത്താനോ കാര്യത്തിനുള്ള എനർജി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്താക്കി എടുക്കണം? റിലീസ് ചെയ്യണം. ആൻഡ് അത് അതിനനുസരിച്ച് സ്റ്റോറും ചെയ്ത് വെക്കണം. അപ്പോ ഇൻ പ്ലാന്റ്സ് നമ്മൾ കാണുന്ന പോലെ ഈ കാറ്റബോളിസം ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ നമ്മൾ കംപ്ലീറ്റ്ലി ലിബറേറ്റഡ് ആസ് ഹീറ്റ് എന്നുള്ള ഫോർമാറ്റിലല്ല നടക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? പ്ലാന്റ് സെൽ, ഇൻ പ്ലാന്റ് സെൽസ് നമ്മൾ എന്താണ് കാണുന്നത്? ഗ്ലൂക്കോസ് ഇസ് കാറ്റബോളൈസ്ഡ് ഇൻ സച്ച് എ വേ that all the liberated energy is not released as heat. അപ്പോ ഒറ്റയടിക്കെല്ലാം ഹീറ്റ് ആയിട്ട് റിലീസ് ആവാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? The key is to oxidize glucose in many smaller steps. Oxidize glucose
not in one step but in several small steps. Enabling, ഇത് NCERT sentence ആണ്. Enabling are ചില steps, some steps to be large enough such that the energy released can be utilized and coupled for ATP synthesis. Energy released can be coupled to synthesize ATP. And thus, നമുക്ക് എന്ത് ensure ചെയ്യാം? The plant system നടക്കുന്ന process is efficient enough for in terms of extracting energy and storing energy. അപ്പൊ ഇത്രയാണ് 14th question ആൻസർ. ഗോൾ എനർജി റിലീസ് ആയിട്ട് പോലും നമ്മൾ ഒറ്റയടിക്ക് റിലീസ് ചെയ്യാത്ത എന്താ? ഒറ്റയടിക്ക് ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്താൽ നമ്മുടെ സെല്ലിന് യൂസ്ഫുൾ ആവണമെന്നില്ല. അത് ഫോർ അതർ പ്രോസസ് ടു ഒക്കർ ഇൻസൈഡ് ദി സെൽ. അപ്പൊ പ്ലാന്റ് സെൽസിൽ ദ കീ ഇസ് ടു ഓക്സിഡൈസ് ഗ്ലൂക്കോസ് നോട്ട് ഇൻ വൺ സിംഗിൾ സ്റ്റെപ്പ് ബട്ട് ഇൻ സെവറൽ സ്മോൾ സ്റ്റെപ്സ്. അതായത് ചില സ്റ്റെപ്സ് ബീങ് ലാർജ് ഇനഫ് സച്ച് ദാറ്റ് ദി എനർജി റിലീസ്ഡ് ക്യാൻ ബി coupled to synthesize ATP, which is the ultimate goal. ഇത്രയാണ് 14th question ആൻസർ. ഇനി 15th question ചോദിച്ചിരിക്കുന്ന respiration requires oxygen. How did the first cells on the earth manage to survive in an atmosphere that lacked oxygen? നമുക്കറിയാം എവല്യൂഷൻ അനുസരിച്ച് ആദ്യം അനോക്സിജനിക് ഓർഗാനിസംസ് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഓക്സിജനിക് ഓർഗാനിസംസ് ഉണ്ടായത്. അപ്പൊ അനോക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ റിലീസ് ചെയ്യാത്ത. അപ്പൊ എന്തായിരിക്കും എൻവയൺമെന്റ്? അനോക്സിജനിക് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് മാത്രമേ ഉള്ളൂങ്കിൽ അവർ ഓക്സിജൻ റിലീസ് ചെയ്യുന്നില്ല. അപ്പൊ there would be an atmosphere that lacked oxygen. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം എർത്തിന്റെ ആദ്യ കാലങ്ങളിൽ ഫസ്റ്റ് സെൽസ് എങ്ങനെയോ സർവൈവ് ചെയ്തു എന്നറിയാം ഇൻ an atmosphere that lacked oxygen. അത് എങ്ങനെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഫസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് എർത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ കണ്ട ഫസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു അത് അനേറോബ്സ് ആയിരുന്നു. അപ്പൊ അനേറോബ്സ് ആവുമ്പോ അവർക്ക് എന്ത് വേണ്ട? they doesn't require oxygen. അപ്പൊ ഓക്സിജൻ ലാക്കിംഗ് ആയിട്ടുള്ള എൻവയൺമെന്റിൽ പോലും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള എന്തുണ്ട്? അഡാപ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവര് എനർജി എങ്ങനെ ഉണ്ടാക്കും ഓക്സിജൻ ഇല്ലാണ്ട്? they obtain energy in terms of നമ്മൾ എന്തിനാ പറയാ? ATP by ഏത് പ്രോസസ്? anaerobic respiration. ഇനി anaerobic respiration എങ്ങനെ നടക്കുന്നത്? ബ്രേക്ക് ഡൗൺ ഓഫ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. 15th question ഒരു ചെറിയ ക്വസ്റ്റൻ ആണ്. അപ്പോ ഈ ഫസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി? അനേറോബ്സ് ആയിരുന്നു. അവർക്ക് ഓക്സിജൻ ലാക്ക് ചെയ്യുന്ന എൻവയൺമെന്റിൽ പോലും ജീവിക്കാനുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആൻഡ് they obtain energy അല്ലെങ്കിൽ ATP by anaerobic respiration by breakdown of inorganic substances. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. 16th question അതൊരു നല്ല ക്വസ്റ്റൻ ആണ്. 16th question ചോദിച്ചിരിക്കുന്നത് എന്താ? It is known that red muscle fibers in animals can work for longer periods of time continuously. How is this possible? അപ്പോ ആനിമൽസിൽ ഇവർ പറയുന്ന റെഡ് മസിൽ ഫൈബർ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ഫൈബേഴ്സ് ഉണ്ട് which can work for longer periods. അതായത് ലോങ് ടൈമിലേക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി അവർക്കുണ്ട്. ഹൗ ഇസ് ദിസ് പോസിബിൾ എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയണം? റെഡ് മസിൽ ഫൈബർ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? വേറെ ഏതോ ഒരു ടൈപ്പ് മസിൽ ഫൈബർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ റെഡിനെ എടുത്ത് പറയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആനിമൽസിൽ ബേസിക്കലി രണ്ട് കൈൻഡ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. വൺ ബീങ് റെഡ് മസിൽസ് ആൻഡ് ദി അതർ ബീങ് വൈറ്റ് മസിൽസ്. ഇതെന്ന് പറഞ്ഞാൽ മസിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ റെഡ് മസിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. റെഡ് മസിൽസ് എന്താണ്? they work for a longer time continuously. ലോങ്ങർ ടൈം വർക്കും ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഫറ്റീഗ് ഇല്ലാണ്ട് വർക്കും ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് റെഡ് മസിൽ ഫൈബേഴ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ റെഡ് മസിൽ ഫൈബേഴ്സിൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് പ്രോട്ടീനെ കാണാൻ പറ്റും വിച്ച് ഇസ് മയോഗ്ലോബിൻ. അപ്പോ ഈ മയോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു റെഡ് കളറിലെ ഹീമോ പ്രോട്ടീൻ ആണ്. ആൻഡ് ഈ റെഡ് ഹീമോ പ്രോട്ടീൻ കാരണം this imparts the muscle fiber a dark red color. muscle fibers-നെ ഡാർക്ക് റെഡ് കളർ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? ഈ റെഡ് ഹീമോപ്രോട്ടീൻ ആയ മയോഗ്ലോബിൻ ആണ്. ഇനി മയോഗ്ലോബിൻ ഉള്ളതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും?
ദിസ് മയോഗ്ലോബിൻ ഓക്സിജനെ ബൈൻഡ് ചെയ്യുന്നു ആൻഡ് സ്റ്റോർ ചെയ്യുന്നു ആസ് ഓക്സിമയോഗ്ലോബിൻ. അടുത്തേ കൂടി പോകുന്ന ഓക്സിജനൊക്കെ ബൈൻഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഓക്സിമയോഗ്ലോബിൻ ആയിട്ട് വൃത്തിക്ക് നമ്മുടെ സെല്ലിന്റെ ഉള്ളിൽ വെക്കുന്നു, അല്ലെങ്കിൽ മസിലിന്റെ ഉള്ളിൽ വെക്കുന്നു. ദസ് ടു ബി ഏബിൾ ടു യൂട്ടിലൈസ്ഡ് ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ മസിൽ ചെയ്യുന്ന ഏതൊരു വർക്കിനും ആ കപ്പാസിറ്റി, വർക്കിംഗ് കപ്പാസിറ്റി കൊടുക്കാൻ വേണ്ടി ഏത് ഹെൽപ്പ് ചെയ്യുന്നു? ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഓക്സിമയോഗ്ലോബിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ഒന്നാമത്തെ പോയിന്റ്, പ്രസൻസ് ഓഫ് മയോഗ്ലോബിൻ. ഇനി സെക്കൻഡ് പോയിന്റ് എന്താന്ന് വെച്ചാല്, നമുക്കറിയാം ഏതൊരു സെല്ലിന്റെയും പവർ ഹൗസ് നമ്മൾ വിളിക്കുന്നത് എന്താ? മൈറ്റോകോൺട്രിയ ആണ്. അപ്പോ ഇപ്പൊ നിങ്ങളുടെ കേസ് തന്നെ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം വർക്ക് ചെയ്യും, വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ സെല്ലുലാർ ലെവൽ ആലോചിക്കുമ്പോൾ എനർജി കൊടുക്കുന്ന ആരാ? മൈറ്റോകോൺട്രിയ ആണ്. അപ്പൊ കൂടുതൽ മൈറ്റോകോൺട്രിയ ഉണ്ടെങ്കിൽ കൂടുതൽ പവർ ഹൗസ് അല്ലെങ്കിൽ കൂടുതൽ എനർജി നിങ്ങൾക്ക് ഉണ്ടാവും, കൂടുതൽ വർക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ സെക്കൻഡ് പോയിന്റ് ബീങ് more number of mitochondria, thus they work for longer periods of time. ഇനി തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ലെസ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്യുലം ഉണ്ട്. അത് അവരുടെ വേറൊരു അഡാപ്റ്റീവ് ഫീച്ചർ ആണ്, ടു ബി ഏബിൾ ടു വർക്ക് ഫോർ ലോങ്ങർ ടൈം. ഇനി അവര് എന്ത് ക്യാരി ഔട്ട് ചെയ്യുന്നു? എയറോബിക് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ. ദേ ക്യാരി ഔട്ട് aerobic oxidation without accumulating. നമുക്കറിയാം ഓക്സിജൻ ഡിമാൻഡ് അത്രയും കൂടിയാൽ എന്ത് പറ്റും? ലാക്ടിക് ആസിഡ് അനേറോബിക്കിലേക്ക് പോകും ആൻഡ് ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ആവും. പക്ഷെ ഇവരിൽ എങ്ങനെയാണ്? അവർ എയറോബിക് ഓക്സിഡേഷൻ ചെയ്യും എഫിഷ്യന്റ്ലി ഇൻ എ വേ വേർ ലാക്ടിക് ആസിഡ് ഡസ് നോട്ട് അക്യുമുലേറ്റ് ടു മച്ച്. അപ്പോൾ ദേ കെൻ കോൺട്രാക്ട്, അതായത് ഈ മസിൽസ് കെൻ കോൺട്രാക്ട് ഫോർ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം without fatigue. ഫൈനൽ പോയിന്റ് എന്താന്ന് വെച്ചാല് ഇവർക്ക് എങ്ങനെയാണ്? they have a slow rate of contraction for longer periods. അപ്പൊ അവരുടെ റേറ്റ് ഓഫ് കോൺട്രാക്ഷനും എങ്ങനെയാണ്? സ്ലോ ആൻഡ് സസ്റ്റെയിൻഡ് ആണ്. സ്ലോ റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ. സ്ലോ റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ ആയാലും അവർ പെട്ടെന്ന് എന്ത് പറ്റില്ല? ഫറ്റീഗ്ഡ് ആയി പോവില്ല. ഹൈ റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് ഫറ്റീഗ് ആയി പോകും. അപ്പൊ എന്തൊക്കെയാണ് റെഡ് മസിൽസിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ടു ബി ഏബിൾ ടു വർക്ക് ഫോർ എ ലോങ് ടൈം കണ്ടിന്യൂസ്ലി എന്ന് വെച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? മയോഗ്ലോബിന്റെ പ്രസൻസ്, മോർ നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ, ലെസ് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം, എയറോബിക് ഓക്സിഡേഷൻ വിത്തൗട്ട് മച്ച് ലാക്ടിക് ആസിഡ് അക്യുമുലേഷൻ ആൻഡ് സ്ലോ റേറ്റ് ഓഫ് കോൺട്രാക്ഷൻ ഫോർ ലോങ്ങർ പീരിയഡ്സ്. ഇത്രയാണ് 16th ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി 17th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് the energy yield in terms of ATP is higher in aerobic respiration than during anaerobic respiration. Explain. ഇത് മുമ്പ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത ഒരു ക്വസ്റ്റ്യന്റെ സെയിം ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലെ ഫോർത്ത് ക്വസ്റ്റ്യന്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത്? നമ്മുടെ ഈ ഇപ്പൊ വായിച്ച ക്വസ്റ്റ്യൻ. അതായത് എനർജി yield മോർ ഇൻ എയറോബിക് ദാൻ അനേറോബിക്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മറ്റടുത്ത് ഇത് തന്നെയാണ് ചെയ്തത്. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. 17th ക്വസ്റ്റ്യൻ ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ. എങ്ങനെയാണ്? എയറോബിക് റെസ്പിറേഷൻ നമുക്കറിയാം എങ്ങനെ? ഹൈ എനർജി yield ആണ്. ബിക്കോസ് എന്താണ്? ഇവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുന്നുണ്ട്. അതേസമയം അനേറോബിക് റെസ്പിറേഷനിലാണെങ്കിൽ എങ്ങനെയാണ്? ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇസ് ഇൻകംപ്ലീറ്റ്. ആൻഡ് അപ്പൊ എന്ത് പറ്റും? എയറോബിക് റെസ്പിറേഷൻ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ആയതുകൊണ്ട് മോർ എനർജി ഇസ് റിലീസ്ഡ്. അതായത് എയറോബിക് റെസ്പിറേഷൻ അറൌണ്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എടുത്തു നോക്കിയാൽ നമുക്ക് 36 മോളിക്യൂൾസ് എനർജി റിലീസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അതേസമയം അനേറോബിക്കലി ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ്, ലെസ് എനർജി ഇസ് റിലീസ്ഡ്. അതായത് only 2 molecules of ATP is released by anaerobic respiration. ഇതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? എയറോബിക് റെസ്പിറേഷനിലെ എനർജി റിലീസസ് മോർ ദാൻ അനേറോബിക്. ഇനി 18th ക്വസ്റ്റ്യൻ, RUBP carboxylase, PEP carboxylase,
pyruvate dehydrogenase, ATPase, cytochrome oxidase, hexokinase, lactate dehydrogenase. കുറെ എൻസൈംസ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏതാണ് ഫോട്ടോസിന്തസിൽ ഇൻവോൾവ്, ഏതാണ് റെസ്പിറേഷനിൽ, ഏതാണ് ബോത്ത് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ജസ്റ്റ് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. അപ്പൊ ഫോട്ടോസിന്തസിസിൽ ഇതിൽ ഏതൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് നമുക്കറിയാം. RUBP കാർബോക്സിലേസ് ഫോട്ടോസിന്തസിസിൽ ഉണ്ട്. പെപ് കാർബോക്സിലേസും ഫോട്ടോസിന്തസിസിൽ ഉള്ളതാണ്. പിന്നെ അടുത്തത് ഏതാ, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് റെസ്പിറേഷൻ ആണ് നമ്മൾ കണ്ടത്. ATPase എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസിലും കണ്ടു, റെസ്പിറേഷനിലും കണ്ടിരുന്നു. ആൻഡ് സൈറ്റോക്രോം ഓക്സിഡേസ് നമ്മൾ എവിടെയാണ് കണ്ടത്, റെസ്പിറേഷൻ ആണ് കണ്ടത്. ഹെക്സോകൈനേസും റെസ്പിറേഷൻ കണ്ടു. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് നമ്മൾ ഏതിലാണ് കണ്ടത്, റെസ്പിറേഷൻ ആണ് കണ്ടത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഒരു കറക്ഷൻ ഉണ്ട്. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ഫോട്ടോസിന്തസിൽ നമ്മൾ കണ്ടിട്ടില്ല, റെസ്പിറേഷനും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടത് ഏതാ, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് ഏതിൽ കണ്ടത്, റെസ്പിറേഷനിൽ കണ്ടത്. അപ്പോ ഫോട്ടോസിന്തസിൽ നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും, RUBP കാർബോക്സിലേസ്, പെപ് കേസ്, ATPase. ഇനി റെസ്പിറേഷന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, ഹെക്സോകൈനേസ് ഉണ്ട്, ATPase ഉണ്ട്, പിന്നെ സൈറ്റോക്രോം ഓക്സിഡേസ് ഉണ്ട്, ആൻഡ് നമ്മുടെ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ഉണ്ട്. പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇനി ബോത്ത് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, രണ്ടിലും വരുന്ന ഒരേ ഒരാളാണ്, വിച്ച് ഇസ് ATPase. ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ഞാൻ കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താന്ന് വെച്ചാൽ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് ഫോട്ടോസിന്തസിസിൽ എന്തായാലും ഇല്ല, പക്ഷെ റെസ്പിറേഷൻ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ, എയറോബിക് റെസ്പിറേഷനിൽ ഇല്ല, പക്ഷെ അനേറോബിക് റെസ്പിറേഷൻ എന്തുണ്ട്, ഇൻവോൾവ് ആണ്. അപ്പൊ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് സീൻ ഇൻ അനേറോബിക് റെസ്പിറേഷൻ. അതും ഈ അനേറോബിക് റെസ്പിറേഷൻ ഏതിന്റെ, ഇൻ ദി ബാക്ടീരിയ ലാക്ടോബാസിലസ്. നമുക്കറിയാം എങ്ങനെ പൈറുവിക് ആസിഡ് ഗ്ലൈക്കോളിസിൽ അനേറോബ്സിലും എയറോബ്സിലും നടക്കുന്നുണ്ട്. ഗ്ലൈക്കോളിസിന്റെ എൻ പ്രോഡക്റ്റിൽ പൈറുവിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഈ പൈറുവിക് ആസിഡ് നമ്മൾ ഈ ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ് വെച്ച് എന്തുണ്ടാക്കുന്നു, ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ലാക്ടോബാസിലസിൽ എന്ത് വർക്ക് ചെയ്യുന്നത്, LDH എന്ന് പറയുന്ന എൻസൈം വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ATPase ഞാൻ എന്ത് പറഞ്ഞു, രണ്ടും റെസ്പിറേഷനിലായാലും ഫോട്ടോസിന്തസിലായാലും കാണും. കാരണം എന്താ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ എൻഡിൽ പ്രോട്ടോൺ പമ്പ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ കൂടെ തന്നെ ഫൈനൽ ആയിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് ATP സിന്തേസ്. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എനർജി ഉണ്ടാക്കാൻ ആര് ഹെൽപ്പ് ചെയ്തു, ഹൈഡ്രജൻ അയോൺസ് അക്രോസ് പാസ് ചെയ്ത് ATPase ഹെൽപ്പ് ചെയ്തു. ഇതേപോലെ തന്നെ റെസ്പിറേഷനിലും ഫോട്ടോസിന്തസിലും സെയിം ആക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ATPase ചെയ്യുന്നത്. അതേപോലെ തന്നെ സൈറ്റോക്രോം ഓക്സിഡേസും ഏതിലുണ്ട്, രണ്ടിലും, അതായത് ബോത്ത് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിൽ ഉണ്ട്. കാരണം എന്താ, അതും എങ്ങനെയാണ്, സൈറ്റോക്രോം ഓക്സിഡേസും എന്താണ്, ഒരു ഇലക്ട്രോൺ കാരിയർ ആണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ടിലും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത്രയാണ് 18th ക്വസ്റ്റ്യൻ. 19th ക്വസ്റ്റ്യൻ, സൈറ്റോക്രോം ഓക്സിഡേസ് റെസ്പിറേഷന് മാത്രമേ ഉള്ളൂ, ഫോട്ടോസിന്തസിൽ ഇല്ല. കാരണം എന്താ, ഫോട്ടോസിന്തസിൽ ഏതില്ല, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇല്ല. ആൻഡ് സൈറ്റോക്രോം ഓക്സിഡേസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് കാണുന്നത്, which is not seen in photosynthesis and is only in respiration. 19th question ചോദിച്ചിരിക്കുന്നത്, how does a tree trunk exchange gases with the environment although it lacks stomata? നമുക്കറിയാം എന്താണ് സ്റ്റൊമേറ്റ, നമുക്ക് കാണുന്നത് എങ്ങനെയാ, ഗ്രീൻ ലീവ്സിലൊക്കെയാണ് സ്റ്റൊമേറ്റ കാണുന്നത്. ആൻഡ് ഗ്രീൻ പാർട്സ് ഓഫ് പ്ലാന്റ്സിലാണ്. പക്ഷെ ട്രീ ട്രങ്ക് എടുത്ത് നോക്കിയാൽ അത് എങ്ങനെയാണ്, ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള റീജിയൻ ആണ്. ആൻഡ് വി ആർ പ്രിറ്റി ഷുവർ ദാറ്റ് അത് സ്റ്റൊമേറ്റ ലാക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ഉണ്ടാവണല്ലോ ട്രീ ട്രങ്കിൽ, വിച്ച് ഫെസിലിറ്റേറ്റ്സ് gaseous എക്സ്ചേഞ്ച്. അപ്പൊ അത് എന്തെന്ന് പറയാൻ പറ്റും, നമുക്ക് നമ്മളൊരു അനാട്ടമി ഓഫ് പ്ലാന്റ്സിന് നമ്മൾ പഠിച്ചിരുന്നു, എന്തിനെ പറ്റി, ലെന്റിസെൽസിനെ പറ്റി. അപ്പൊ അതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അബൌട്ട് ലെന്റിസെൽസ്. ലെന്റിസെൽസ് എന്ന് വെച്ചാൽ എന്താ, ഓൾഡ് ട്രീ ട്രങ്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഓൾഡ് ട്രീ ട്രങ്കിന് കവർ ചെയ്തിരിക്കുന്ന എന്താ, പുറത്തൊരു ഡ്രൈ ആയിട്ടുള്ള ഡെഡ് ടിഷ്യൂ ഉണ്ട്. ഡെഡ് ടിഷ്യൂ എന്ന് പറയുന്ന കോർക്ക്.
കോർക്ക് എന്ന് പറഞ്ഞാൽ ഡെഡ് ടിഷ്യൂ ആണ് എന്തിനെ കവർ ചെയ്യുന്നത്, ഓൾഡ് ട്രീ ട്രങ്കിനെ കവർ ചെയ്യുന്നത്. ആൻഡ് ബീങ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ. ആൻഡ് എന്ത് പറ്റും, അതായത് നമ്മുടെ ട്രീ ഗ്രോത്തിന്റെ സമയത്ത് ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ എപ്പിഡേർമൽ ലേയേഴ്സ് ബ്രേക്ക് ചെയ്യുന്നു. 19th question. Epidermal layers of old tree trunk gets rupture ചെയ്യുന്നു. ആൻഡ് outermost cortical cell എന്ത് പറ്റുന്നു, are loosely arranged. ഈ outermost cortical cells which are loosely arranged where gaseous exchange and transpiration takes place, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലെൻതി സെൽസ്. അതായത് സൈറ്റ് ഓഫ് gaseous exchange and transpiration, അതാണ് ലെൻതി സെൽസ്. നമ്മൾ ആ ഡയഗ്രാം സ്ട്രക്ചർ ഓഫ് ലെൻതി സെല്ലും ഒരു ഡയഗ്രത്തിൽ കണ്ടിരുന്നു. എങ്ങനെയാണ് സ്ട്രക്ചർ ഓഫ് ലെൻതി സെൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, അതായത് ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് ഡെഡ് ആയിട്ടുള്ള കോർക്ക് സെൽ കുറച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന്റെ തൊട്ടുള്ളിൽ നമുക്ക് എന്ത്, ഇതാണ് എപ്പിഡെർമിസ് എന്ന് പറയുന്ന സെൽ ലെയർ. അപ്പൊ എപ്പിഡെർമൽ സെൽ ലെയർ കണ്ടു, അതിന്റെ ഉള്ളില് ജസ്റ്റ് ഇൻസൈഡ് ദി ലെൻതി സെൽസ് ഇതാണ് മറ്റേ പോർ അല്ലെങ്കിൽ ഓപ്പണിംഗ് വെയർ ഗേസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്പിറേഷൻ ടേക്സ് പ്ലേസ്. അതിന്റെ ഉള്ളിൽ കോംപ്ലിമെന്ററി സെൽസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാൽ കാണാൻ പറ്റുന്ന അടുത്ത ലെയർ ആണ് കോർ കേംബിയം. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതിന്റെ ഉള്ളിലാണ് സെക്കൻഡറി കോർട്ടെക്സ്. അപ്പൊ ഇത്രയും സ്ട്രക്ചർ ആണ് സ്ട്രക്ചർ ഓഫ് ലെൻതി സെൽസിൽ വരുന്നത്. ആൻഡ് ഈ കോംപ്ലിമെന്ററി സെൽസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ എന്തോ, കോംപ്ലിമെന്ററി സെൽസ് ഇൻസൈഡ് ദി എന്ത്, ഇൻസൈഡ് ദി ഓൾഡ് ട്രീ ട്രങ്ക് അല്ലെങ്കിൽ ഇൻസൈഡ് ദി സ്ട്രക്ചർ ഓഫ് ലെൻതി സെൽസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി 20th ക്വസ്റ്റ്യൻ, റൈറ്റ് 2 എനർജി yielding റിയാക്ഷൻസ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഇതും എങ്ങനെയാണ്, ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ എല്ലാം തന്ന് 2 എനർജി yield ചെയ്യുന്ന പ്രോസസ്സ് ചോദിച്ചിരുന്നു. ഇതിൽ നോക്കിയാൽ ഏത് 2 പ്രോസസ്സിലാണ് എനർജി yield ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് 2 പ്രോസസ്സ് പറയാം. ഇവിടെ ഒരു ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു ATP പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതായത് 1,3-bis-phosphoglyceric acid 3-phosphoglyceric acid ആകുമ്പോൾ ഒരു ATP is released. And secondly phosphoenol pyruvate pyruvic acid ആകുമ്പോൾ second ATP is released. അപ്പൊ നമുക്ക് 2 എനർജി yielding പ്രോസസ് ഇതിൽ ഏതൊക്കെ പറയാൻ പറ്റും ഗ്ലൈക്കോളിസിസിലെ. 20th ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, 1,3-bis-phosphoglyceric acid 3-phosphoglyceric acid ആകുമ്പോൾ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യും, അതൊരു എനർജി yielding പ്രോസസ് ആണ്. ആൻഡ് സെക്കൻഡ്ലി phosphoenol pyruvate when it gets converted to pyruvic acid another ATP synthesized. അതായത് ഒരു പ്രോസസ്സിൽ ഒരു ATP. ഇത് നമുക്കറിയാം ആക്ച്വലി മുമ്പ് എങ്ങനെയാണ്, മറ്റേ DHAPയും PGAലും കാരണം 2 മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പൊ 2 മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സബ്സീക്വന്റ്ലി നെക്സ്റ്റ് റിയാക്ഷൻ വന്നു പോകുമ്പോൾ 2 ATP ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ എഴുതുന്നതെങ്കിൽ നമുക്കത് എന്താ, 1 molecule of 1,3-BPGA produces 1 ATP. ഇനി 21st ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന നെയിം ദി സൈറ്റ് ഓഫ് പൈറുവേറ്റ് synthesis. Also write the chemical reaction wherein pyruvic acid dehydrogenase acts as a catalyst. സൈറ്റ് എന്താണ്, പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് സിന്തസിസ് നടക്കുന്ന സൈറ്റ്, അതായത് സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഏതായിരിക്കും, സൈറ്റോപ്ലാസം. പ്രോസസ് എന്താണ്, പൈറുവേറ്റിന്റെ സിന്തസിസിന്റെ ഗ്ലൈക്കോളിസിസ്. കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, പൈറുവിക് ആസിഡ് ഡീഹൈഡ്രോജനേസ് ആക്ട് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് magnesium 2+ and TPP. ഇവർ ചോദിച്ചിരിക്കുന്ന റിയാക്ഷൻ ലിങ്ക് റിയാക്ഷൻ. ഇതിലെന്ത് പറ്റുന്നു, പൈറുവിക് ആസിഡും കോഎൻസൈം എയും NAD+ റിയാക്ട് ചെയ്യുന്നു ടു ഗിവ് മെയിൻ അസറ്റൈൽ OA പ്ലസ് NADH പ്ലസ് CO2. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ് ഈ പ്രോസസ് അല്ലെങ്കിൽ ലിങ്ക് റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് 21st ക്വസ്റ്റ്യൻ ആൻസർ. 22nd ക്വസ്റ്റ്യൻ mention the important series of events of aerobic respiration that occur in the matrix of mitochondrion and in the inner membrane of mitochondrion. അപ്പോ മാട്രിക്സിലും ഇന്നർ മെംബ്രെയിനിലും ആയിട്ട് നടക്കുന്ന ഏതാണ് ഈവന്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം.
ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? ആദ്യം ഗ്ലൈക്കോളിസ് സൈറ്റോപ്ലാസ്റ്റിൽ നടക്കുന്നു, പിന്നെ മൈറ്റോകോൺട്രിയയിൽ വന്ന് ക്രെബ്സ് സൈക്കിളും ബാക്കിയുള്ള സാധനങ്ങൾ നടക്കുന്നു. അപ്പോ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ആണ് സബ്സിക്വന്റ്ലി നടക്കുന്നത്. അപ്പോ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് നടക്കുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ കാർബൺ ഇസ് റിലീസ്ഡ് ആസ് കാർബൺ ഡയോക്സൈഡ്. അപ്പോ ഈ ഹൈഡ്രജൻ ആറ്റംസ് റിലീസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഇസ് ഫൈനലി അക്സെപ്റ്റഡ് ബൈ മോളിക്കുലർ ഓക്സിജൻ ഗിവിംഗ് വാട്ടർ. അതുകൊണ്ടാണ് വാട്ടർ ഒരു ഇമ്പോർട്ടന്റ് ബൈ പ്രോഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ പൈറുവിക് ആസിഡിലെ ഹൈഡ്രജൻ റിമൂവൽ നടക്കുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഇലക്ട്രോൺസ് ആർ ഓൾസോ റിമൂവ്ഡ്. അപ്പോ അങ്ങനെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ നമുക്ക് ആ ഇലക്ട്രോണിന്റെ പാത്ത് വേനെ കാണിക്കുന്നു. അപ്പൊ ആ പാത്ത് ആണ് ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മെൻഷൻ ദി ഇമ്പോർട്ടന്റ് സീരീസ് ഓഫ് ഇവന്റ്സ് that occur in the matrix of mitochondrion and in the inner membrane of mitochondrion. മെട്രിക്സിൽ നടക്കുന്ന പ്രോസസ്സ് ഏതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ. ആൻഡ് ഇന്നർ മെംബ്രെയിനിൽ നടക്കുന്നതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പൊ രണ്ടും ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ക്രെബ്സ് സൈക്കിൾ. അപ്പോൾ അതിന്റെ ഓർഡറിൽ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? വിൽ സ്റ്റാർട്ട് വിത്ത് ക്രെബ്സ് സൈക്കിൾ. ക്രെബ്സ് സൈക്കിൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് വിൽ ഗെറ്റ് ഇൻ ടു ദി നെക്സ്റ്റ് പാർട്ട്. അപ്പൊ ക്രെബ്സ് സൈക്കിൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? മാട്രിക്സ് ഓഫ് മൈറ്റോകോൺട്രിയയിലാണ് ഇത് നടക്കുന്നത്. ആൻഡ് നമ്മുടെ പൈറുവേറ്റ് ആദ്യം ഗ്ലൈക്കോളിസിന് എൻ പ്രോഡക്റ്റ് ആയ പൈറുവേറ്റ് വന്നു ആൻഡ് ലിങ്ക് റിയാക്ഷൻ നടക്കുന്നു. ലിങ്ക് റിയാക്ഷൻ ആണ് ഇവിടം വരെ ഇത്രയും തന്നിരിക്കുന്ന ലിങ്ക് റിയാക്ഷൻ ആണ്. കോഎൻസൈം എ ആഡ് ചെയ്ത് അസറ്റൈൽ കോഎൻസൈം എ ഉണ്ടായി, വിച്ച് ഇസ് ദ സബ്സ്ട്രേറ്റ് ഇൻ ക്രെബ്സ് സൈക്കിൾ. ആൻഡ് അത് ഒക്സാലോ അസറ്റിക് ആസിഡ് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവുന്നു? സിട്രിക് ആസിഡ് ഉണ്ടാകുന്നു. സിട്രിക് ആസിഡ് കഴിഞ്ഞ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഒരു NAD+, NADH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആൽഫ കീറ്റോഗ്ലൂട്ടാറിക് ആസിഡ് വിച്ച് ഇസ് 5 കാർബൺ ഇസ് സിന്തസൈസ്ഡ്. അത് കഴിഞ്ഞ് അഗെയിൻ ഒരു CO2 അല്ലെങ്കിൽ ഡീകാർബോക്സിലേഷൻ നടക്കാണ്. ആ ഡീകാർബോക്സിലേഷൻ കഴിഞ്ഞ് NAD+ന്റെ NADH ആയിട്ടുള്ള കൺവേർഷനും ഉണ്ട്. അലോങ് വിത്ത് GDP ടു GTP നമുക്ക് എന്ത് കിട്ടുന്നു? ഇത് ഒരു 1-2 സ്റ്റെപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്കിപ്പ് ചെയ്തിട്ടുള്ള ഇതാണ് NCERT ഡയഗ്രാം. ഈ ഡയഗ്രാം ആണ്. ആൻഡ് അത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടുന്നു? സക്സിനിക് ആസിഡ്. സക്സിനിക് ആസിഡ് ഉണ്ടാവുന്ന സ്റ്റെപ്പിലാണ് എന്തുണ്ടാവുന്നത്? ഇവിടെ GDP is converted to GTP, അതായത് ഒരു സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് എന്ത് പറ്റുന്നത്? സക്സിനിക് ആസിഡ് along with the conversion of FAD+ to FADH2 മാലിക് ആസിഡ് ഉണ്ടാവുന്നു, which is 4 carbon again. And finally മാലിക് ആസിഡ് എങ്ങോട്ട് പോകുന്നു? ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് കൺവേർട്ടഡ് ആവുന്നു. ഇത്രയാണ് ക്രെബ്സ് സൈക്കിളിൽ പറയേണ്ട കാര്യങ്ങൾ. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ എത്ര കോംപ്ലക്സ് ഉണ്ട്? നമുക്കറിയാം 4 കോംപ്ലക്സസ് ആർ ഇൻവോൾവ്. ആൻഡ് NADH ആണ് വരുന്നെങ്കിൽ എങ്ങനെ പോകും? 1 NADH വരുന്നു, ഫസ്റ്റ് കോംപ്ലക്സിൽ പോകുന്നു, പിന്നെ തേർഡ് കോംപ്ലക്സിൽ പോകുന്നു, ആൻഡ് ഫൈനലി ഫോർത്ത് കോംപ്ലക്സിൽ പോകുന്നു. ഇനി ഇൻ ദ കേസ് ഓഫ് FADH2 എങ്ങനെയാണ് കാരിയേഴ്സിന്റെ തമ്മിലുള്ള മൂവ്മെന്റ് എന്ന് വെച്ചാൽ എങ്ങനെ പറയാൻ പറ്റും? ആദ്യം 2 പോയി, പിന്നെ 3 പോയി, ദെൻ 4 പോകുന്നു. അപ്പൊ ഈ പോക്ക്, ഈ ട്രാൻസ്ഫർ ഇസ് ഡിപെൻഡന്റ് ഓൺ ദി സബ്സ്ട്രേറ്റ് ഫ്രം ക്രെബ്സ് സൈക്കിൾ. അതായത് ക്രെബ്സ് സൈക്കിളിൽ NADH ആണോ FADH2 ആണോ ETCയിൽ നടത്താൻ പോകുന്ന സബ്സ്ട്രേറ്റ് എന്നുള്ള രീതിയിൽ വെച്ച് ഇത് ഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസും ഹൈഡ്രജൻ ആറ്റംസും എങ്ങനെ പോകുന്നു? കോംപ്ലക്സ് 1 പോകുന്നു, അത് കഴിഞ്ഞ് എങ്ങോട്ട് പോകുന്നു? കോംപ്ലക്സ് 2 പോകുന്നു. കോംപ്ലക്സ് 2 1 കഴിഞ്ഞ് 3 പോകുന്നു ആൻഡ് 4 പോകുന്നു. ഇവിടെ FADH2 ആണെങ്കിൽ ഫസ്റ്റ് 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ 3 പോകുന്നു ആൻഡ് 4 പോകുന്നു. അപ്പൊ ഈ കോംപ്ലക്സസ് ഓരോന്നും എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിന്റെ പേര് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ഇനി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനാണെങ്കിൽ കോംപ്ലക്സ് 2 എന്താണ്? കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. കോംപ്ലക്സ് 2 എന്ന് പറയുന്നത് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ്. കോംപ്ലക്സ് 1 എന്ന് പറയുന്നത് എന്താണ്? NADH2 ഡീഹൈഡ്രോജനേസ് ആണ്. ആൻഡ് കോംപ്ലക്സ് 3 എന്ന് പറയുന്നത് അതിൽ രണ്ടും സൈറ്റോക്രോം Bയും സൈറ്റോക്രോം C1ഉം അസോസിയേറ്റഡ് ആയിട്ടുള്ള സാധനം, അസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടർ സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്. ആൻഡ് ഫൈനലി കോംപ്ലക്സ് 4 എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോക്രോം A3. ഇത്രയും കാര്യങ്ങളിലുള്ള സ്റ്റെപ്സ് ആണ് ETC. ആൻഡ് ETCയിലെ ഏറ്റവും വലിയ ഡയഗ്രാം NCERT കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ട്രാൻസ്പോർട്ട് ആക്ച്വലി നടക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് ആ ട്രാൻസ്പോർട്ട് നടക്കുന്നത്? ആദ്യം ക്രെബ്സ് സൈക്കിൾ വരുന്ന സബ്സ്ട്രേറ്റ് അനുസരിച്ച്
NADH ആണ് വരുന്നതെങ്കിൽ ഫസ്റ്റ് എങ്ങോട്ടേക്ക് പോകുന്നു? ഫസ്റ്റ് ആക്സെപ്റ്ററിൽ പോകുന്നു, അത് കഴിഞ്ഞ് തേർഡ്, അത് കഴിഞ്ഞ് ഫോർത്ത്. ഇതിൽ ഓരോ 1, 2, 3, 4 ഇതിൽ ഓരോന്നിലും ആരൊക്കെയാണ് ഇൻവോൾവ് ആയെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് FMN എവിടെയാണ് ഇൻവോൾവ്? FMN എങ്ങനെയാണ് FESലേക്ക് പോകുന്നത്? FES കഴിഞ്ഞ് എങ്ങനെയാണ് അടുത്ത ട്രാൻസ്പോർട്ടിലേക്ക് പോകുന്നത്? ഇനി ഇൻ കേസ് ഓഫ് FEDH2 ഇവിടുന്ന് വന്ന് യുബിക്വിനോണിലേക്ക് പോകുന്നു, ആൻഡ് UQH2ലേക്ക് പോകുന്നു, ആൻഡ് ഫൈനലി സൈറ്റോക്രോം ബിയിലേക്ക് പോകുന്നു, അഗെയിൻ FESലേക്ക് കൊടുക്കുന്നു, ആൻഡ് ആ ഇലക്ട്രോൺ അങ്ങനെ അങ്ങനെ ട്രാൻസ്പോർട്ടഡ് ആയിട്ട് വരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയണം. ഇത്രയാണ് എന്തിൽ ചോദിച്ചിരിക്കുന്നത്? ETCയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ആൻഡ് അറ്റ് ദി എൻഡ് എന്താണ് പറ്റുക? അറ്റ് ദി എൻഡ് ഓഫ് ദിസ് പ്രോസസ് H+ ഇൻക്രീസസ് എവിടെ? ഇൻ ദി ലൂമൻ. ഉള്ളില് H+ ഇൻക്രീസ് ചെയ്യുന്നു, വിച്ച് ഇസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ദി സ്ട്രോമ. അപ്പോൾ ട്രാൻസ്പോർട്ടഡ് ബാക്ക് ആണെങ്കിൽ അത് വിച്ച് ഇസ് ത്രൂ ദി ATP സിന്തേസ്. അപ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്കിംഗ് നടന്ന് ATP സിന്തേസിലെ കൂടി പാസ് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എനർജി ഇസ് റിലീസ്ഡ്. ആൻഡ് ഇവിടെ വരുന്ന ഈ ട്രാൻസ്പോർട്ടിൽ കാണാൻ പറ്റുന്ന ട്രാൻസ്പോർട്ട് 1 by 1 ഒന്നിന് അടുത്തേക്ക് കൊടുക്കുമ്പോഴുള്ള H+ എല്ലാം ഫൈനലി എങ്ങോട്ടാണ് പോകുന്നത്? ഹൈഡ്രജൻ ആക്സെപ്റ്ററിലേക്ക് പോകും, വിച്ച് ഇസ് ഓക്സിജൻ. ആൻഡ് ഇലക്ട്രോൺസിന്റെയും ഫൈനൽ ആക്സെപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ. അപ്പൊ സൈഡിൽ അതും കൂടി ഓക്സിജൻ ആണ് ഫൈനൽ ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹൈഡ്രജൻ. ആൻഡ് ഫൈനലി വാട്ടർ മോളിക്യൂളും സിന്തസൈസ്ഡ് ആണ് അലോങ് വിത്ത് ദിസ് പ്രോസസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്രെബ്സ് സൈക്കിളിനെയും ETCനെയും ചോദിച്ചാൽ ആ ഹോൾ ടേബിൾ വരക്കാൻ അറിയണം. ഇതിന്റെ ഓരോ കോംപ്ലക്സിന്റെയും കോൺസ്റ്റിറ്റ്യൂവന്റ് എന്താണെന്ന് അറിയണം. ആൻഡ് ഹോൾ എയിം ഓഫ് പ്രോസസ് അല്ലെങ്കിൽ ഗോൾ ഓഫ് ദിസ് പ്രോസസ് എങ്ങനെയാണ് പോകുന്നതെന്നും അറിഞ്ഞിരിക്കണം. ഇനി 23rd ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെസ്പിറേറ്ററി പാത്വേസ് ബിലീവ് ടു ബി എ കാറ്റബോളിക് പാത്വേ. അതായത് ജനറലി ഹോൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് ഇസ് ഓക്സിഡൈസ്ഡ് ആൻഡ് കംപ്ലീറ്റ് ഓക്സിഡേഷനും ബ്രേക്ക് ഡൗണും ആണ് നടക്കുന്നത്. പക്ഷെ നേച്ചർ ഓഫ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, അതായത് TCA സൈക്കിള് ആംഫിബോളിക് ആണ് നമ്മൾ പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താ, ഒരു സൈക്കിള് ആംഫിബോളിക് ആണെന്ന് പറയണമെങ്കിൽ അതിൽ എന്ത് വേണം? ആംഫിബോളിക് ഒരു സൈക്കിളിനെ വിളിക്കണമെങ്കിൽ അതിൽ ബോത്ത് കാറ്റബോളിസം ആൻഡ് ആനബോളിസം മസ്റ്റ് ബി ഇൻവോൾവ്. ആംഫിബോളിക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻ കേസ് ഓഫ് ക്രെബ്സ് സൈക്കിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെ? കാർബോഹൈഡ്രേറ്റ്സ് വരുന്നു, കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസ് ആക്കുന്നു, ആൻഡ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കുന്നു ബൈ ഗ്ലൈക്കോളിസിസ്. ആൻഡ് ഈ പൈറുവേറ്റ് എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നു? അസറ്റൈൽ കോഎൻസൈം ആയിട്ട് TCA സൈക്കിൾ എൻ്റർ ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന്. ഇനി നെക്സ്റ്റ് തിങ് എടുക്കുകയാണെങ്കിൽ ബീറ്റ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫാറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ എങ്ങനെയായാലും എങ്ങോട്ടേക്കാണ് കൺവേർട്ടഡ് ആവുന്ന? പ്രോട്ടീൻ ആണെങ്കിൽ അത് അമിനോ ആസിഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു, ഗ്ലൈസീൻ ആക്കുന്നു, ആൻഡ് ദിസ് ഗ്ലൈസീൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു അസറ്റൈൽ കോയെ. ഇനി ഫാറ്റ് ആണെങ്കിൽ ഫാറ്റ്സ് ആർ കൺവേർട്ടഡ് ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. ഇനി ഈ ഫാറ്റ്സിന്റെ ഫാറ്റി ആസിഡ് ഇസ് അഗൈൻ കൺവേർട്ടഡ് ടു അസറ്റൈൽ കോയെ, ആൻഡ് സെക്കൻഡ് പാർട്ട് ബീങ് ഗ്ലിസറോൾ ഇസ് അഗൈൻ കൺവേർട്ടഡ് ടു പൈറുവേറ്റ് ആൻഡ് ഫൈനലി ടു അസറ്റൈൽ കോയെ. അപ്പൊ എന്താ മനസ്സിലായി? ഗ്ലൂക്കോസ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആയാലും ഫൈനലി എന്താവും? അസറ്റൈൽ കോയെ ആവുന്നുണ്ട്. അതാണ് മേജർ കോമൺ ആയിട്ടുള്ള ജംഗ്ഷൻ. ഇനി അസറ്റൈൽ കോയിൽ എന്താണ് നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ? ക്രെബ്സ് സൈക്കിൾ അണ്ടർഗോ ചെയ്യുന്നു, ആൻഡ് ക്രെബ്സ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഉണ്ടായ സാധനം തന്നെ തിരിച്ചെത്തുന്നു. അസറ്റൈൽ കോയെ ഓക്സാലോ അസറ്റേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് സിട്രേറ്റും ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റും സക്സിനൈൽ കോയെയും സക്സിനേറ്റും ഒക്കെ ആയി ഫൈനലി തിരിച്ച് ഓക്സാലോ അസറ്റേറ്റ് തന്നെയായിട്ട് റീജനറേറ്റ് ചെയ്യുന്നു. അപ്പോ ഇവിടെ എന്താ പറ്റുന്ന പറഞ്ഞാല് ഇവിടെ സിന്തസിസ് നടക്കുന്ന പ്രോസസ് ഉണ്ട്, കാറ്റബോളിസം നടക്കുന്ന പ്രോസസ് ഉണ്ട്. ഇൻ കേസ് ഇപ്പൊ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാ നമ്മുടെ അസറ്റൈൽ കോയെ കൺവേർഷൻ നടന്ന ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഉണ്ടാവാണ് ഫൈനലി. പക്ഷെ ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് വെൻ നീഡഡ്, അതായത് സെല്ലിന് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആവശ്യമുള്ള സമയം അല്ലെങ്കിൽ സെല്ലിന് പ്രോട്ടീൻസ് ആവശ്യമുള്ള ഘട്ടം വരുമ്പോൾ അതെന്ത് ചെയ്യും? പതുക്കെ ഈ സൈക്കിളിൽ നിന്ന് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റിനെ വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നു, അത് ഗ്ലൂട്ടമേറ്റ് ആക്കുന്നു, ആൻഡ് പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് അക്കോർഡിംഗ് ടു ദി നീഡ്സ്. അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഓക്സാലോ അസറ്റേറ്റ് എന്ത് ചെയ്യാണ്? നമ്മൾ പതുക്കെ വിഡ്രോ ചെയ്യുന്നു, അസ്പാർട്ടേറ്റ് ആക്കുന്നു, ആൻഡ് അഗൈൻ പ്രോട്ടീൻ ആക്കാനുള്ള ശേഷിയുണ്ട്. അതല്ലെങ്കിൽ അസ്പാർട്ടേറ്റിനെ നമുക്ക് പിരിമിഡിൻസും ആൽക്കലോയിഡ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ആൻഡ് ഇറ്റ് കൻ ഓൾസോ ആക്ട് ആസ് പ്രിക്കഴ്സർ ഫോർ പിരിമിഡിൻ ആൻഡ് ആൽക്കലോയിഡ്സ്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെനി ഇന്റർമീഡിയറ്റ്സ് ഇൻ ദിസ് ടേബിൾ, many intermediate compounds formed in this cycle act as precursors for biosynthesis of
മെനി ഇമ്പോർട്ടന്റ് ബയോളജിക്കൽ മോളിക്യൂൾസ്. അതായത് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇന്റർമീഡിയറ്റ്സ് ആക്ട് ആസ് പ്രിക്കഴ്സേഴ്സ് ഓഫ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസിൽ എന്തൊക്കെ വരാം? മിനി വൈറ്റമിനോ ഹോർമോണോ കോഎൻസൈമോ എന്ത് വേണമെങ്കിലും ആവാം. ഇത് കൂടാണ്ട് മെനി മോളിക്യൂൾസ് ലൈക്ക് ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ കോഎൻസൈം ഈ സൈക്കിൾ ഡയറക്ട്ലി എൻറ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് എൻറ്റർ ചെയ്ത് എങ്ങനെ ഫൈനൽ സൈക്കിളിന്റെ പ്രോഗ്രഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അതുമല്ലാണ്ട് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റും ഓക്സാലോ അസിറ്റേറ്റും ഒക്കെ എന്താണ്? ദേ ആർ raw materials for synthesis of amino acid. Raw materials for synthesis of amino acid. Amino acid example നമുക്ക് ഗ്ലൂട്ടമേറ്റ്, അസ്പാർട്ടേറ്റ് എന്നൊക്കെ പറയാം. ആൻഡ് ഓൾസോ അവർ ഉപയോഗിച്ച് നമുക്ക് എന്തിവിടെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്? പിരിമിഡിൻസും ആൽക്കലോയിഡ്സും പോലും സിന്തസിസ് ചെയ്യാൻ നമുക്ക് ഓക്സാലോ അസിറ്റിക് ആസിഡ് യൂസ് ചെയ്യാം. പിരിമിഡിൻസ് ഉണ്ടാക്കാം, ആൽക്കലോയിഡ്സ് ഉണ്ടാക്കാം. ഇനി ഇതിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് കാണാൻ പറ്റും? സക്സിനൈൽ കോയെ കാണുന്നുണ്ട് ഇവിടെ. ഈ സക്സിനൈൽ കോയെ എങ്ങനെയാണ് ഈ പാർട്ട് ഓഫ് സൈക്കിൾ ആയിട്ട് ഇത് സിന്തസൈസ്ഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ഓൾസോ വിത്ഡ്രോൺ ആൻഡ് ബ്രേക്ക് ഡൗൺ നടത്തി നമുക്ക് എന്തുണ്ടാക്കാം? ക്ലോറോഫിൽ, സൈറ്റോക്രോം, ഫൈറ്റോക്രോം തുടങ്ങിയ മോളിക്യൂൾസ് ഉണ്ടാക്കാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാം? സക്സിനൈൽ കോയെ യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നത്? ഇവിടെ ഒരു സിന്തസിസ് ആണ് നടക്കുന്നത് ഫ്രം സക്സിനൈൽ കോയെ. ആൻഡ് അലോങ് വിത്ത് സക്സിനൈൽ കോയ ഈ സ്റ്റെപ്പ് കടന്നു പോവാണെങ്കിൽ അത് സക്സിനേറ്റ് ആയിട്ടും കൺവേർട്ട് ആയി പോവാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇതിൽ ആക്ച്വലി എന്താണ് നടക്കുന്നത്? ബോത്ത് ബ്രേക്ക് ഡൗൺ ആൻഡ് സിന്തസിസ് റിയാക്ഷൻസ് ആർ കീപ്പിംഗ് ഓൺ ഗോയിങ് കണ്ടിന്യൂസ്ലി. സിന്തസിസും നടക്കുന്നുണ്ട്, ബ്രേക്ക് ഡൗണും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് പാത്വേ എന്ന് വിളിക്കും? ആംഫിബോളിക് പാത്വേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തൊക്കെ എഴുതാൻ പറ്റണം? ഈ ടേബിൾ ഹോൾലി വരക്കണം ആൻഡ് പറയണം ഈ ഓരോ സ്റ്റെപ്പിലും. അതായത് ഏത് സമയം വേണമെങ്കിലും ഗ്ലൂക്കോസിനോ പ്രോട്ടീനോ ഫാറ്റിനോ ഇതിൽ എൻറ്റർ ചെയ്യാൻ പറ്റും. ഏത് സമയം വേണമെങ്കിലും അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഗ്ലൂക്കോസിനോ ഫാറ്റിനോ പ്രോട്ടീനോ ഇതിൽ എൻറ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഓരോ പ്രോഡക്റ്റിനെയും ലൈക്ക് ആൽഫ കീറ്റോഗ്ലൂട്ടറേറ്റ് അല്ലെങ്കിൽ സക്സിനൈൽ കോയ അല്ലെങ്കിൽ ഓക്സാലോ അസിറ്റേറ്റിനെ വിഡ്രോ ചെയ്ത് പ്രിക്കേഴ്സേഴ്സ് ഓഫ് അതർ ബയോമോളിക്യൂൾസ് ആയിട്ട് ആക്കാനും എന്ത് പറ്റുന്നുണ്ട്? ഈ ക്രെബ് സൈക്കിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ TCA സൈക്കിളിനെ കമ്പൈൻ ചെയ്ത് എന്തെന്ന് വിളിക്കുന്നു? സിന്തസിസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഉള്ളതുകൊണ്ട് ആംഫിബോളിക് പാത്വേ എന്ന് വിളിക്കുന്നു. ഇത്രയാണ് 23rd ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി ലോങ് ആൻസർ ടൈപ്പിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൽ ABCD എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പ്രോസസ് ആൻഡ് ഗിവ് എനി ടു ആപ്ലിക്കേഷൻസ്. ഇപ്പൊ ഗ്ലൂക്കോസ് ഇത് NCERT അഗൈൻ NCERT സെയിം ഡയറക്റ്റ് ആണ്. ഗ്ലൂക്കോസ് എന്തോ ആവുന്നു ആൻഡ് അത് 3-phosphoglyceric ആസിഡ് ആവുന്നു. അപ്പൊ ഈ A എന്തായിരിക്കും? ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. ഇനി 3-phosphoglyceric ആസിഡ് ഫൈനലി ഗിവിംഗ് ഔട്ട് സംതിങ് which is getting converted to pyruvic acid. അപ്പൊ അതെന്തായിരിക്കും? ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. ഇനി പൈറുവിക് ആസിഡിനെ ഡാഷ് പ്ലസ് CO2 ആക്കാം, അല്ലെങ്കിൽ D എന്ന് പറയുന്നതും ആക്കാം. അപ്പൊ CO2നെ അലോങ് വിത്ത് റിലീസ് ആവുന്ന C എന്തായിരിക്കും? എഥനോൾ ഇൻ അനേറോബിക് അല്ലെങ്കിൽ ഫെർമെന്റേഷൻ. ഇനി D എന്തായിരിക്കും? അതല്ലെങ്കിൽ നമുക്ക് പൈറുവിക് ആസിഡ് എന്താക്കാൻ പറ്റും? ലാക്ടിക് ആസിഡ് ആക്കാൻ പറ്റും ഇൻ സ്കെലിറ്റൽ മസിൽസ്. ഇത്രയാണ് ABCD എന്താന്ന് ചോദിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെപ്സ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുമ്പില് ഇതേ സെയിം ക്വസ്റ്റ്യൻസ് ഒരു 1-2 തവണ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാനിത് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. Given below is a diagram showing ATP synthesis during aerobic respiration. ABCDE appropriate term വെച്ച് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ADP ആയിട്ട് എന്തോ ഒരു C റിയാക്ട് ചെയ്ത് ഫൈനലി എന്തോ തരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? ഫോസ്ഫോറിലേഷൻ. ഫോസ്ഫോറൈലേഷൻ നടക്കുമ്പോൾ ADP ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സാധനം അത് ഏതായിരിക്കും? ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. അപ്പൊ അത് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ആയി. ഇനി B എന്ന് പറയുന്ന ഒരു പാർട്ടിനെയാണ് ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് F0 ആണെങ്കിൽ B എന്ന് പറയുന്ന പാർട്ട് അതെന്തായിരിക്കും? F1 പാർട്ടിക്കിൾ ഓഫ് ATP സിന്തേസ് എൻസൈം. ഇനി ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും റിയാക്ട് ചെയ്ത് A എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. ആ A എന്തായിരിക്കും? ATP.
പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യാൻ എന്തോ ഒരു സാധനം ATP സിന്തേസിനുള്ളിൽ കൂടി പോകുന്നുണ്ട്. അതെന്തായിരിക്കും? പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യാൻ ആര് പോയിട്ട് കാര്യമുള്ളൂ? പ്രോട്ടോൺസ് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് 2H+ നമുക്ക് പറയാൻ പറ്റും. ഇനി E എന്ന് പറയുന്നതും അഗൈൻ ഒരു സൈറ്റിനെയാണ് ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ഇതെല്ലാം നടക്കുന്ന സൈറ്റ്. അത് ഏതാണ്? ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. ഇത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, oxygen is critical for aerobic respiration. Explain its role with respect to ETS. അപ്പൊ നമുക്കറിയാം ഇതും അഗൈൻ വേറൊരു ക്വസ്റ്റ്യന്റെ റിപ്പറ്റീഷൻ ആണ്. ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഷോർട്ട് ആൻസർ ടൈപ്പിലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ റിപ്പറ്റീഷൻ ആണ്. അഗൈൻ ഓക്സിജൻ is an essential requirement for aerobic respiration, but it enters the respiratory process at the end. ഇത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ അഗൈൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് പെരിഫറലി പറയുകയാണെങ്കിൽ ഓക്സിജൻ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? ടെർമിനൽ സ്റ്റേജിൽ വരുന്നു. ആൻഡ് നമുക്കറിയാം പൈറുവിക് ആസിഡിനെ നമുക്ക് കംപ്ലീറ്റ്ലി ഗ്ലൈക്കോളിസിന്റെ എൻഡിൽ ഉണ്ടാവുന്ന പൈറുവിക് ആസിഡ് നമ്മൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് is released as carbon dioxide and electron carrier-അനുസരിച്ച് പോയി finally oxygen is acting as the final electron acceptor and also the final hydrogen acceptor. അപ്പൊ ഓക്സിജൻ എങ്ങനെയാണ്? ഫൈനൽ acceptor ആണ് of both hydrogen and electrons. അപ്പോ നമ്മുടെ ഫോട്ടോസിന്തസിസിൽ നമ്മൾ കണ്ടിരുന്നു ലൈറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് ഫോസ്ഫോറൈലേഷൻ നടക്കുന്നത് ആൻഡ് ഹെൻസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ റെസ്പിറേഷനിൽ എങ്ങനെയാണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് വഴിയാണ് എന്തുണ്ടാവുന്നത്? എനർജി ഈസ് റിലീസ്ഡ്. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓക്സിജൻ ഇമ്പോർട്ടന്റ് ഈ കീ പോയിന്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, enumerate the assumptions that we undertake in making the respiratory balance sheet. Are these assumptions valid for a living system? Compare fermentation and aerobic respiration in this context. അപ്പോ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റിന്റെ ടോപ്പിക്കിന്റെ താഴത്തെ പോയിന്റ് ആണ് ചോദിച്ചത്. നമ്മൾ എന്തൊക്കെ അസംഷൻസ് ആണ് ആക്ച്വലി അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെ വാലിഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കമ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഫെർമെന്റേഷനും എയറോബിക് റെസ്പിറേഷനും. എങ്ങനെയാണ്? ഇപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അസംഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ അസംഷൻസ് എന്തൊക്കെയാണ്? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന മെറ്റബോളിക് പാത്വേസ് ആർ occurring in a sequential and orderly manner. അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി നമുക്കറിയാം ഗ്ലൈക്കോളിസിൽ NADH പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ NADH എങ്ങോട്ടേക്ക് പോകണം? മൂവ്സ് ഇൻ ടു മൈറ്റോകോൺട്രിയ ഫോർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. എന്നാലേ നമുക്ക് അതിൽ നിന്ന് എനർജി ATP ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം ഒരു NADH 3 ATP ഉണ്ടാക്കും. അതിനെ അവർ എങ്ങോട്ട് മൂവ് ചെയ്യണം? മൂവ്സ് ഇൻ ടു മൈറ്റോകോൺട്രിയ ഫോർ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ. എന്നാലേ നമുക്ക് ക്രെബ്സ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ഇന്റർമീഡിയറ്റ്സ് are not utilized in other metabolic reactions, in other biochemical processes. And fourth എന്ന് പറയുന്നത് നമ്മൾ എടുത്ത അസംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ്സ്ട്രേറ്റ്, റെസ്പിറേഷൻ ഉപയോഗിക്കുന്ന സബ്സ്ട്രേറ്റ് is only glucose and other substrates like fats അല്ലെങ്കിൽ protein do not enter the process in any steps. Substrate of respiration is only glucose and others like fats അല്ലെങ്കിൽ protein doesn't enter the process at any point of time. Enter the process. ഇതാണ് റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്ത എന്ത് അസംഷൻസ്. മെറ്റബോളിക് പാത്വേസ് ഒക്കെ സീക്വൻഷ്യലി ഓർഡർലി നടക്കണം. NADH എങ്ങോട്ടേക്ക് പോകണം? മൈറ്റോകോൺട്രിയയിലേക്ക് മൂവ് ചെയ്യണം. ഇന്റർമീഡിയറ്റ്സ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ് ഇൻ അതർ ബയോകെമിക്കൽ പ്രോസസ്സസ്. And finally, substrates is only glucose and not any other process and not any other respiratory substrates like fats or protein. ഇനി ഈ അസംഷൻസ് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? They are not applicable for living systems. Not applicable for living systems. കാരണം എന്താ? നമുക്കറിയാം എന്തായാലും നമുക്കറിയാം ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും
ETSും ഒക്കെ ആക്ച്വലി സീക്വൻഷ്യലി ആൻഡ് ഓർഡർലി എപ്പോഴും നടക്കണമെന്ന് ഇല്ല. അതിന് സെൽസിൽ എങ്ങനെയാണ് നമുക്ക് അത്രയും ഷുവർ ആയിട്ട് പറയാൻ പറ്റുക സീക്വൻഷ്യലി ആൻഡ് ഓർഡർലി മാത്രമേ നടക്കുന്നുള്ളൂ. അതായത് നമുക്കിപ്പോ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് ക്രെബ്സ് സൈക്കിൾ നമുക്ക് വിഡ്രോ ചെയ്ത് വേറെ പ്രോസസ്സിലേക്ക് പോവാം. അതുമല്ല നമുക്ക് ഗ്ലൈക്കോളിസിന്റെ നടുക്ക് വേറെ എന്തെങ്കിലും ഇന്റർമീഡിയറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഇന്റർമീഡിയറ്റ്സ് യൂസ് ചെയ്ത് അത് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഓർഡർലി എപ്പോഴും നടക്കണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് എപ്പോഴും സെല്ലിന്റെ ഉള്ളിലുള്ള കോൺസെൻട്രേഷനും മെറ്റബോളൈറ്റ്സിന്റെ കോൺസെൻട്രേഷനും ഓക്സിജന്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഓരോ മെറ്റബോളിക് പാത്വേയും നടക്കുള്ളൂ. അപ്പോ assumptions are finally not applicable for living systems because metabolic pathways such as glycolysis and Krebs cycle etc. do not strictly occur in a sequential or orderly manner, and depending on the concentration of metabolites and availability of oxygen in a cell, a metabolic pathway is actually chosen. In aerobic respiration, fermentation തമ്മിലുള്ള ഡിഫറൻസ്. aerobic respiration, fermentation എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ഇവിടെ കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് നെറ്റ് ഗെയിൻ ഓഫ് ATP ഇവിടെ 38 മോളിക്യൂൾസ് ഓഫ് ATP ആണ്. പക്ഷെ ഇവിടെ 2 മോളിക്യൂൾസ് ഓഫ് ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇത്രയാണ് മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ aerobic respiration and fermentation. ഇനി last question, given account of glycolysis, where does it occur? Cytoplasm. What is the end product in the end product endana? Pyruvic acid. Any trace the fate of these products in both aerobic and anaerobic respiration. Adendayirikkum pyruvic acid yeast il gets converted to C2H5OH plus CO2 അതായത് എത്തനോൾ ആൻഡ് വാട്ടറിലേക്ക് കൺവേർട്ടഡ് ആവും. ആൻഡ് ചില ബാക്ടീരിയയിലും സ്കെലിറ്റൽ മസിലും ബാക്ടീരിയ ലൈക്ക് ലാക്ടോബാസിലസിലും സ്കെലിറ്റൽ മസിലും പൈറുവിക് ആസിഡ് എന്തായിട്ട് കൺവേർട്ടഡ് ആവും? ലാക്ടിക് ആസിഡ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ഇത്രയാണ് ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ് ഇൻ അനേറോബിക് റെസ്പിറേഷൻ. അനേറോബിക് റെസ്പിറേഷൻ. ഇനി ഇൻ കേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ നമുക്ക് വേറെ തന്നെ പോയിന്റ് ആയിട്ട് പറയാം. എയറോബിക് റെസ്പിറേഷൻ എന്താണ് ആക്ച്വലി നടക്കുന്നത്? പൈറുവിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ CoA ഇൻ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സ് ബൈ ലിങ്ക് റിയാക്ഷൻ. അത് കഴിഞ്ഞ് ഇത് ക്രെബ്സ് സൈക്കിളിൽ പോകുന്നു. ക്രെബ്സ് സൈക്കിളിൽ പോയി എന്ത് പറ്റുന്നു? ഫർദർ ഓക്സിഡൈസ് ആയി നമുക്ക് CO2, ATP, വാട്ടർ തുടങ്ങിയ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇത് ഇൻ കേസ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ഇത്രയാണ് ഫേറ്റ് ഓഫ് പൈറുവിക് ആസിഡ്. ആൻഡ് ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് പൈറുവിക് ആസിഡ് ആയിരുന്നു. ആൻഡ് ഗ്ലൈക്കോളിസിന്റെ സൈറ്റ് എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം ആയിരുന്നു. ഗ്ലൈക്കോളിസിസ് ഓൾറെഡി എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്? വിത്ത് ദി ന്യൂമോണിക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന് ഒന്നും കൂടി പറയുന്നില്ല. ഗ്ലൈക്കോളിസിസ് ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഏത് ചാപ്റ്റർ? റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇമ്പോർട്ടന്റ് ആണ്. ഫോട്ടോസിന്തസിസ് പോലെ തന്നെ കുറെ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റും ATPയുടെ സിന്തസിസും ATPയുടെ പ്രോട്ടോൺ ബ്രേക്ക് ഡൗണും ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടതാണ്. കുറെ എൻസൈംസ് ഇൻവോൾവ് ആണ്. ഡ്രൈവിംഗ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ട് കണ്ട് നല്ലോണം പ്രിപ്പയർ ചെയ്തോളാം. താങ്ക് യു.